ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉചിതമായ സമയത്ത് എന്ന് വകുപ്പ്. ഇനി എപ്പോഴെന്ന് ജീവനക്കാരും പെൻഷൻകാരും. 1/7/2024 മുതൽ ലഭിക്കേണ്ട 12ാം ശമ്പള പരിഷ്കരണത്തിന് 9 മാസം കഴിഞ്ഞിട്ടും സർക്കാർ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്നത് അട്ടിമറിക്കാൻ വൻ നീക്കവും സർക്കാരിൽ നടക്കുന്നുണ്ട്. 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി എന്ന നിലപാടുമായിട്ട് IAS ലോബി രംഗത്തുണ്ട്. കേന്ദ്രത്തിൽ 10 വർഷത്തിൽ ഒരിക്കലാണ് ശമ്പള പരിഷ്കരണം എന്നാണ് ഇതിന് കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമനം വൈകുന്നതിനാൽ ജീവനക്കാരും പെൻഷൻകാരും ആശങ്കയിലാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നിയമിക്കാത്തത് എന്തുകൊണ്ട്? സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ വൈകുന്നത്? ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചാലും ഇതിനാവശ്യമായിട്ടുള്ള പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കാലതാമസം നേരിടും എന്നിരിക്കെ പുതുക്കിയ ശമ്പളം യഥാസമയം ജീവനക്കാർക്ക് ലഭ്യമാകുമോ എന്ന് വ്യക്തമാക്കാമോ? ഇതൊക്കെയാണ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ. 1/7/19 മുതൽ ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണത്തിന് 4 മാസം കഴിഞ്ഞപ്പോൾ തോമസ് ഐസക് കമ്മീഷനെ നിയമിച്ച് 2021 ഫെബ്രുവരിയിൽ ശമ്പള പരിഷ്കരണവും നടത്തിയിരുന്നു. 2024 ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് 9 മാസം കഴിഞ്ഞിട്ടും കമ്മീഷനെ വയ്ക്കാൻ തയ്യാറായിട്ടും ഇല്ല. അപ്പോൾ ഇനിയും കാലതാമസം എത്ര വരും എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും ഇതുവരെ നമുക്ക് ലഭ്യവും ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് കഷ്ടപ്പെടുന്ന പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും ഒരു താങ്ങായിട്ട് സർക്കാർ മാറട്ടെ എന്ന് ആശംസിക്കുന്നു.